മണ്ഡലപൂജയ്ക്ക് 2 ദിവസം മാത്രം ശേഷിക്കെ ശബരിമലയിൽ വലിയ തിരക്കാണ്. ഇന്നലെ 97,268 പേരാണ് ദർശനം നടത്തിയത്. തങ്കയങ്കി ഘോഷയാത്ര മറ്റന്നാൾ സന്നിധാനത്ത് എത്തിച്ചേരും. മണ്ഡലപൂജയോട് അനുബന്ധിച്ച് ശബരിമല ദർശനത്തിനൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. ശബരിമല സന്നിധാനത്ത് മണ്ഡലപൂജയോടനുബന്ധിച്ച് കാര്യമായിട്ട് ദർശനത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 30,000 പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ലഭിക്കുകയുള്ളൂ. സ്പോട്ട് ബുക്കിംഗ് 2,000 ആക്കി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 26, 27 തീയതികളിലെ ഒരു ക്രമീകരണമാണ്. ഇങ്ങനെ ഈ മണ്ഡലപൂജ നടക്കുന്നതിനാൽ തന്നെ വലിയ തിരക്ക് സന്നിധാനത്ത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്രമീകരണം നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തങ്കയങ്കി ഘോഷയാത്ര 26-ന് വൈകിട്ടോടുകൂടിയാണ് സന്നിധാനത്തേക്ക് എത്തുക. ഉച്ചയോടുകൂടി പമ്പയിലെത്തി, പമ്പയിൽ നിന്ന് ശരംകുത്തിയെത്തി അവിടെ ആചാരപരമായിട്ടുള്ള സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങിയ ശേഷമാണ് സന്നിധാനത്തേക്ക് എത്തുക. ദീപാരാധനയ്ക്ക് തങ്കയങ്കി ചാർത്തിക്കൊണ്ടായിരിക്കും അയ്യപ്പ ദർശനം സാധ്യമാകുക. വളരെ അപൂർവം ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന സന്നിധാനത്ത് പതിവുള്ളൂ. തിരുവിതാംകൂർ മഹാരാജാവ്, ചിത്തിരതിരുനാൾ മഹാരാജാവ് നൽകിയ തങ്കയങ്കിയാണ് ഈ മണ്ഡലപൂജയ്ക്ക് ചാർത്തുന്നത്. മണ്ഡലപൂജ 27-ാം തീയതി രാവിലെയാണ്, 10 മണിക്ക് ശേഷം ആണ് മണ്ഡലപൂജ നടക്കുക. ഏതായാലും ഈ വിശേഷ ദിവസം പ്രമാണിച്ച് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നത്. അതുപോലെ തന്നെ ഈ അരവണയുടെ കരുതൽ ശേഖരമൊക്കെ വളരെ കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ 10 അരവണ പ്രസാദം മാത്രമേ ഒരാൾക്ക് വാങ്ങാനാകൂ എന്നുള്ള നിയന്ത്രണം വെച്ചിട്ടുണ്ട്. നിലവിലേതായാലും ഭക്തജന തിരക്ക് തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 1 ലക്ഷം ആളുകൾ വന്നിരുന്നെങ്കിൽ ഇന്നലെ അത് 97,000-ഓളം ആളുകളാണ്. ഇന്നും സമാന രീതിയിലുള്ള തിരക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരത്തിൽ അനുസരിച്ച് മനസ്സിലാക്കുന്നത്. നാളെ പൊതു അവധി ദിവസമായതിനാൽ തന്നെ കൂടുതൽ ആളുകൾ സന്നിധാനത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. DGP നേരിട്ട് മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഇന്ന് സന്നിധാനത്ത് എത്തുകയും ചെയ്യുന്നുണ്ട്.